എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചായിരുന്നു നമ്മുടെ ഈ നാണയങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച്. നമ്മൾ ഓൾറെഡി 1-2 വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നാണയം ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച്. നമുക്ക് പൊതുവേ പറയാനുള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ നാണയങ്ങൾ ഒരിക്കലും ക്ലീൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ കൂടിയും നമ്മൾ പലരും പറയാറുണ്ട് പേഴ്സണൽ കളക്ഷനിലോട്ടുള്ള ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ചില ഇതുപോലുള്ള ചെറിയ ഡാമേജ് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ മാറ്റാം? നമ്മൾ ഓൾറെഡി പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്തിരുന്നു, ടൂത്ത് പേസ്റ്റ്. പക്ഷേ അതത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊക്കക്കോള ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്. നമ്മൾ ക്ലീനിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഇത് മിൻറ്റ്, അതായത് മിൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇതിനകത്തുള്ളൊരു പൊടിയും കാര്യങ്ങളും മാറി കിട്ടുന്ന രീതിയിൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് 1 ക്വാർട്ടർ ആണയൊക്കെ ബ്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഡാമേജുകൾ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒത്തിരി നേരമൊന്നും നമുക്ക് ഇത് വെള്ളത്തിൽ അല്ലെങ്കിൽ കൊക്കക്കോളയിൽ ഇട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. വളരെ കുറച്ച് ടൈമിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടോ എന്ന്. ഈ ഒരു നാണയങ്ങൾ എനിക്ക് അത്ര വലിയ ഇതില്ല, ചിലപ്പോൾ അത് വലിയ ക്ലീൻ ആകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒത്തിരി ഇട്ട് റബ്ബ് ചെയ്യാനും പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാനേ പറ്റത്തുള്ളൂ. കൂടുതലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലീനായിട്ട് കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോകും. ഞാൻ കൂടുതൽ നാണയങ്ങൾ ക്ലീൻ ചെയ്യാതെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് പിന്നെ കുറച്ച് ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കും ഇങ്ങനൊരു ഐഡിയ, അതായത് ജസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് നാണയങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു കൊക്കക്കോളയുടെ ഒരു കുപ്പിയാണ് എടുത്തത്. ഇതിനകത്ത് കുറച്ച് കൊക്കക്കോള ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഈ നാണയങ്ങൾ ഇതിനകത്ത് ഇട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചിലരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, 12 മണിക്കൂറും 2 ദിവസമൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് 6 മണിക്കൂറേ വെക്കുന്നുള്ളൂ. കാരണം ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ കൂടുതലും ബ്രോൺസ് ആണ്. അപ്പം അത് കൂടുതൽ ഡാമേജിന് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒത്തിരി നേരം ഇട്ട് വെക്കുന്നില്ല. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ നാണയങ്ങൾ ഇട്ട് വെക്കുന്നത്. അതിനുശേഷം എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ടോ. ഓൾറെഡി നമ്മൾ കൊക്കോള ഉപയോഗിച്ച് പലതും ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാണയങ്ങൾ, അപ്പോൾ ഈ മെറ്റലുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ രീതിയിലായിരിക്കും റിയാക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ബ്രോൺസ് ആണ്, ചിലപ്പോൾ നിക്കലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ്. ഇപ്പോൾ ഈ ബ്രോൺസ്, എൻ്റെ കയ്യിലിപ്പോൾ എനിക്കിത് ചെറുതായിട്ടൊന്നൊരു മാറ്റം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 കോയിൻസ് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ഇതിനകത്ത് ഇട്ട് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാം ചെറിയ ചെറിയൊരു റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 6 മണിക്കൂർ മാത്രമാണ് നമ്മളിത് വെച്ചിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇനി മെറ്റൽ പെട്ടെന്ന് കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം വെച്ചതിനേക്കാളും കുറച്ചൊക്കെ മാറ്റമുണ്ട്. കൂടുതൽ ക്ലീനായി കിട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത്യാവശ്യം അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഹോഴ്സ് കോയിൻ രണ്ടും അത്ര നല്ലതായിട്ട് ക്ലീൻ ആയിട്ടില്ല. അതിന് നല്ല രീതിയിലുള്ള പണിപ്പെടേണ്ടി വരും. ഇത് നമ്മൾ ജസ്റ്റ്, അതായത് നമ്മൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട്, വളരെ ഒത്തിരി കട്ടിയിലൊന്നും അല്ല, വളരെ ചെറിയ രീതിയിലൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് അറിയാം ആദ്യം എങ്ങനെയാണ് ഈ നാണയങ്ങൾ ഇടുന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പം അത്യാവശ്യം പോകേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറും. പിന്നെ അതിലും പോകാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റാതിരിക്കുന്നതിനാണ് നല്ലത്. കൂടുതലിട്ട് കഴിഞ്ഞ് നമ്മൾ തുടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ മെറ്റൽ അതുപോലത്തെ ഒരു മെറ്റലാണ്. ഇതിനകത്തിപ്പോൾ ഈ വരുന്ന ചെളി മാത്രമല്ല, ആ മെറ്റലിൻ്റെയും കൂടി ഒരു ചെറിയൊരു കളറും കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെറ്റൽ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. എന്നാൽ മാറ്റമുണ്ട്, പൊതുവെ വെച്ചതിൽ നിന്ന് മാറ്റമുണ്ട്. ഒട്ടും മാറ്റം കിട്ടാഞ്ഞത് ഈ 2 നാണയങ്ങളാണ്. അത് ഞാൻ കുറേ ഇട്ട് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യം, ഈ ഒരു മെത്തേഡ് നമുക്ക് അത്ര യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് നല്ല രീതിയിലുള്ളൊരു ഇതുണ്ട്, അഴുക്കും കാര്യങ്ങളും അതിനകത്തുണ്ട്, അത് പെട്ടെന്നൊന്നും മാറുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം ശേഷം നമ്മൾ ആദ്യം വെച്ച നാണയങ്ങൾ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അന്ന് വെച്ചത് നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം കൂടുതൽ ക്ലീനാക്കി നാണയങ്ങൾ വെക്കുന്നതിനോട് താല്പര്യമില്ല. ജസ്റ്റ് അതുപോലെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ഇത് വീഡിയോ കാണുന്ന ഒത്തിരി പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ചെയ്തതാണ്. കുഴപ്പമില്ല. ആ നാണയങ്ങൾക്ക് നമുക്ക് അത്യാവശ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. നേരത്തെ അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. ഇതുപോലുള്ള ചില അഴുക്കുകളും കാര്യങ്ങളും എത്രയൊക്കെ ചെയ്താലും പോവില്ല. അത് വേണേൽ കളയാം. നമുക്ക് വേണേൽ ബ്രഷൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. പക്ഷേ അത് നാണയങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡാമേജ് വരുത്തും. പിന്നെ നാണയങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ മെറ്റലുകളെ കുറിച്ച് നോക്കണം. ഓരോ മെറ്റലിനും ഓരോ രീതിയിലായിരിക്കും ഓരോ മെത്തേഡും എഫക്റ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. കൂടുതൽ ന്യൂമിസ്മാറ്റിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനലോട് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.